ഹലോ മൈ ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മളെ ടീച്ചേഴ്സിന് അതുപോലെ തന്നെ മറ്റൊക്കെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ പല വെബിനാറുകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഹോംവർക്കായിട്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സാജൻ സാറ് റിസോഴ്സ് പേഴ്സണായിട്ട് വന്ന അതിനകത്തേക്കുള്ളൊരു ഹോംവർക്കായിട്ടാണ്. അപ്പം ഇതിനകത്ത് ആദ്യം സ്കാൻ ദി ഫ്ലോർ ആൻഡ് ടോപ്പ് ഓഫ് ദി പ്ലേസ് ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റാർട്ടിങ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്ലേസ് സ്കാൻ ചെയ്തു. ഓക്കെ, തന്നെ ഈ ബോളൊന്ന് പുഷ് ചെയ്യാനാണ് പറഞ്ഞത്. ബോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രീൻ ബോളൊന്ന് പുഷ് ചെയ്യാം. പുഷ് ചെയ്ത സമയത്ത് അത് മൂവ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ബോൾ മൂവ് ചെയ്തത്? യെസ്, അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയ ബോക്സാണ്. ഇതിൻ്റെ ഈ മുകളിലത്തെ ബോക്സ് ഒന്ന് ഇവിടെ ഹാൻഡ് കണ്ടില്ലേ, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യും. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഇവിടെ താഴെത്തി, അവിടെ സ്റ്റോപ്പ് ചെയ്ത്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? യെസ്, അവിടെ ഒരു ഫോഴ്സ് അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലേ, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ദെൻ വീണ്ടും ഈ ബോൾ കണ്ടല്ലോ, ഇതൊന്നുകൂടി പുഷ് ചെയ്യും. ഇപ്പോൾ റോൾ ചെയ്ത് അവിടെ എത്തി. ദെൻ force is an action, a force which makes the object to move in one direction is called unbalanced force. Here, the unbalanced force from your hand is applied on the ball, which makes the ball move in one direction. Okay, force which makes the object moves in one direction. ഓക്കെ, നമ്മളിവിടെ ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബോൾ മൂവ് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ് മീൻസ് ദ ബോൾ ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, യെസ്, അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മളതിനെ പിടിച്ചവിടെ നിർത്തി. സോ ഇറ്റ്സ് നോട്ട് മൂവിങ്. ഓക്കെ, ദെൻ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ്, വെൻ വി ഗിവ് എ ഫോഴ്സ് ഇറ്റ് ബിഗാൻസ് ടു മൂവ്. ഓക്കെ, ദിസ് മൂവ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് മോഷൻ. ക്ലിയർ ആണല്ലോ? അതിലെ കൺസെപ്റ്റ് നമുക്കൊന്നുകൂടി പിന്നീട് ക്ലിയർ ആക്കാം. തൽക്കാലം ക്ലിയർ ചെയ്യും. നമ്മൾ ആദ്യം റെസ്റ്റിലുള്ള ബോളിനൊരു ഫോഴ്സ് കൊടുത്ത് അത് മൂവ് ചെയ്തു. ദെൻ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോക്സിന് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു. അത് ഒരു സ്ഥലത്ത് പോയി നിന്ന് അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നു. നമുക്കൊന്നും കൂടി ആ ബോക്സ് എക്സ്പെരിമെൻ്റ് ഒന്നും കൂടി കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ മേലെയുള്ള ആ ഹാൻഡിൻ്റെ അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പം ബോക്സ് ഒന്ന് പുഷ് ചെയ്യും. കണ്ടിട്ടുണ്ടല്ലോ, ഈ ഹാൻഡിൻ്റെ അവിടെ. അപ്പോൾ ഇത് മൂവ് ചെയ്തു. ഇതിൽ ഓരോ ഇൻസ്റ്റൻറ്റിൽ ഈ റെഡ് ഒരു ഇൻസ്റ്റൻറ്റിൽ, ഈ ബ്ലൂ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ, അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ഈ ബോക്സ് എവിടെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് ദ സെയിം സ്പീഡും ആണ്, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇത്തരം മോഷൻസിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഈ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്ന അൺബാലൻസ്ഡ് ഫോഴ്സാണ് ആ ബോക്സിനെ അവിടെ റെസ്റ്റാക്കിയത്. ഓക്കെ, let's see what Newton's first law state by comparing it with previous experiments. Newton's first law of motion: an object at rest stays at rest, and an object in motion stays in motion with the same speed and in the same direction unless acted upon by an unbalanced force. Clear ആണല്ലോ അല്ലേ? ഇപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്കറിയാം. ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ an external force, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ആദ്യം നമ്മളെ ബോൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ അത് മൂവ് ചെയ്തു. ദെൻ നമ്മുടെ ബോക്സ് അവിടെ വെറുതെ ഇരിക്കുന്നതിന് ഫോഴ്സ് കൊടുത്തപ്പോൾ മൂവ് ചെയ്തു. നമ്മളതിനെ തടഞ്ഞു നിർത്തിയപ്പോൾ അത് നിന്നു. ഓക്കെ, താങ്ക് യു.